ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മൾ സാധാരണ കല്യാണ വിരുന്നുകളിലും വിശേഷ ഫംഗ്ഷനുകളിലൊക്കെ വിളമ്പുന്ന ഫിഷ് മോളിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വിശേഷ ദിവസങ്ങളായ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അതും നമ്മളുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളാക്കിയ ഫിഷ് ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക. ഞാനിപ്പോൾ 6 കഷ്ണം ഫിഷാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു 300 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ട് മീൻ കഷ്ണങ്ങളിലൊക്കെ പുരട്ടിയെടുക്കുക. നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് മീൻ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മീൻ കഷ്ണങ്ങളെല്ലാം നിരത്തി വെച്ച് ഫ്രൈ ചെയ്യാനിടാം. മീഡിയം ഹീറ്റിൽ വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഇത് മീഡിയം ഹീറ്റിൽ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടിത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫിഷ് എല്ലാം 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മുഴുവൻ കുരുമുളകും, 1 കഷ്ണം പട്ടയും, 5 ഗ്രാമ്പും കൂടി ചേർത്ത് എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ചത്. പിന്നെ 8-10 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി ഗോൾഡൻ യെല്ലോ കളർ ആയതിനു ശേഷം പാൻ്റെ നടുവിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളിയുമായിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മൈദ മാവിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ലോ ഹീറ്റിൽ ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ മസാല പൊട്ടിച്ചതിന് ശേഷം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇഞ്ചി ചേർക്കുന്നതിന് മുന്നേ കറിവേപ്പില ചേർത്ത് പൊട്ടിക്കാം. ഞാനിപ്പോൾ ഈ സമയത്താണ് ചേർത്തത്. ഇനി ഇതിലേക്ക് വലുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സവാളയാണ് ചേർത്തത്. പിന്നെ ഒരു 3 വലിയ പച്ചമുളകും ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ടി നിങ്ങൾ പച്ചമുളക് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കട്ടെ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം കുറച്ച് ചേർത്തിട്ട് അവസാനം നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സവാള ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് 2ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണ് ഞാനിപ്പോൾ ചേർത്തത്. 2 കപ്പ് അല്ലെങ്കിൽ 3 കപ്പ് വരെ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളക്കുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഇപ്പോൾ തിളക്കുന്നുണ്ട്. തിളച്ച ഈ ഗ്രേവിയിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിനീഗർ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ആപ്പിൾ സിഡർ വിനെഗറാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക്
ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഫിഷ് ചേർത്തിട്ട് ഗ്രേവിയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പതിയെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 പാല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് 1 പാലാണ് ഞാൻ ചേർക്കുന്നത്. 1 പാല് ചേർത്ത് തിളച്ച് വരുമ്പോഴേക്കും ഈ ഗ്രേവി ഒന്നുകൂടി തിക്കാവും. ഗ്രേവി ഒത്തിരി തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ 1 പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്ത് ഇത് നേർപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. തിളച്ച് വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തത് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വട്ടത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ഫിഷ് മോലി എന്നും പറയും, ഫിഷ് മോളി എന്നും 2 തരത്തിലും പറയാറുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഫിഷ് മോളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് മോളിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ക്രിസ്മസിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലഞ്ചിന് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.